നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ അടിസ്ഥാനപരമായൊരു ചോദ്യമാണ് നോക്കുന്നത്. അതായത് പ്രാർത്ഥനയിലൂടെ ദൈവഹിതം എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ തന്നെ നോക്കൂ, ലോകത്ത് ഇത്രയധികം കഷ്ടപ്പാടുകൾ നമ്മൾ കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികൾ പട്ടിണി കിടക്കുന്നു. വിഭവങ്ങളാണെങ്കിൽ പലപ്പോഴും തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തോന്നും, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഭയമാണോ, അത്യാഗ്രഹമാണോ? ശരിയാണ്. അവിടെയാണ് നമ്മൾ 2 തിമോത്തിയോസ് 1:7 ഓർക്കേണ്ടതില്ലേ? ദൈവം നമുക്കു തന്നത് ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും പിന്നെ സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ്. അതെ, സുബോധം, അത് പ്രധാനമാണ്. അതോടൊപ്പം മത്തായി 6:24 ഒരു വാണിംഗ് കൂടിയുണ്ട്. ദൈവത്തെയും പണത്തെയും രണ്ടിനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ ഇങ്ങനൊരു ലോറെ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആ വലിയ പ്ലാൻ, ആ ഉദ്ദേശം, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംസാരത്തിൻ്റെ ലക്ഷ്യം അതുതന്നെയാണ്. അതായത് പ്രാർത്ഥനയെ നമ്മൾ സാധാരണ കാണുന്ന പോലെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നൊരു ലിസ്റ്റ് അങ്ങനെ കാണാതെ അതിനപ്പുറം ദൈവഹിതം എന്താണെന്ന് കണ്ടെത്താനും ദൈവത്തിൻ്റെ ആ വലിയ ചിത്രത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ചേർത്ത് നിർത്താമെന്നും അതാണ് നമ്മൾ നോക്കുന്നത്. ശരി. അതിനുവേണ്ടി നമ്മൾ ചില ബൈബിൾ ഭാഗങ്ങൾ നോക്കും, പിന്നെ ശ്രദ്ധേയമായ ചില ചരിത്രപരമായ വ്യാഖ്യാനങ്ങൾ, അതോടൊപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്ന ചില തത്വങ്ങൾ, അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ദൈവത്തിൻ്റെ പ്ലാൻ? പലപ്പോഴും ഉത്തരം കിട്ടാതെ ആളുകൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കും. അപ്പൊ അവിടെയാണോ ഈ പ്രാർത്ഥനയുടെ റോള് വരുന്നത്? തീർച്ചയായും. പലരും പ്രാർത്ഥനയെ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലെയാണ്. നമുക്ക് ഇന്ന കാര്യങ്ങൾ വേണം, അത് ദൈവത്തോട് പറയുന്നു. പക്ഷെ അതിനപ്പുറം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ളൊരു സംഭാഷണമാണ്. അതൊരു ബന്ധമാണ്, ഒരു റിലേഷൻഷിപ്പ്. ആ ബന്ധത്തിലൂടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ വേണമെങ്കിൽ ഒരു താക്കോൽ എന്ന് വിളിക്കാം. താക്കോൽ. അതെ, ദൈവഹിതമാകുന്ന ആ വാതിൽ തുറക്കാനുള്ള ഒരു താക്കോൽ. താക്കോൽ എന്ന ആശയം നല്ലതാണ്. അപ്പോൾ ഈ താക്കോൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങള്, നമ്മുടെ പ്ലാനുകള്, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിനു പകരം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിലേക്ക് ശ്രദ്ധ മാറ്റുക എന്നാണോ? ഒരു തരത്തിൽ നമ്മുടെ ആ സ്വാർത്ഥ ചിന്തകളിൽ നിന്ന് പുറത്തു കടക്കുക. അതെ, നമ്മൾ നമ്മളെ തന്നെ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് മാറി ദൈവത്തെ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. ലൂക്കോസ് 4:18 നോക്കിയാൽ യേശു തൻ്റെ ദൗത്യം എന്താണെന്ന് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. എന്തായിരുന്നു അത്? ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ, ഹൃദയം നുറുങ്ങിയവരെ സൗഖ്യമാക്കാൻ, തടവിലാക്കപ്പെട്ടവർക്ക് വിടുതൽ, അന്ധർക്ക് കാഴ്ച, പിന്നെ ഉഗ്നിതീരവർ, അതായത് അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രരാക്കാൻ. ഇതൊക്കെയാണ് യേശു വന്നതിൻ്റെ ലക്ഷ്യം. ഇതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഈ ദൈവഹിതവുമായിട്ട് ഒന്നായി തീരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പാപത്തിൻ്റെയോ സ്വാർത്ഥതയുടെയോ അല്ലെങ്കിൽ സാത്താൻ്റെയോ ഒക്കെ പിടിയിൽ നിന്ന് ഒരു മോചനം നമുക്ക് കിട്ടും. നമ്മുടെ ചിന്താഗതി മാറും. ശരി. റോമർ 12:1 പറയുന്നില്ലേ, നമ്മെ തന്നെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുക എന്ന്. അതിലേക്ക് നമ്മൾ വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം, അത് യേശുവിന് കൈമാറുക. അതാണ് അതിൻ്റെ കാതൽ. അപ്പോ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു മാറ്റം മാത്രമല്ല, ഒരു പക്ഷേ ലോക സംഭവങ്ങളെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നാണെന്നാണോ പറഞ്ഞു വരുന്നത്? അതായത് സ്വർഗത്തിലെ ദൈവഹിതം ഭൂമിയിൽ നടപ്പാക്കാൻ സഹായിക്കുന്ന ഒരു ടൂൾ. അതെ, ആ ഒരു കാഴ്ചപ്പാട് ശക്തമായി നിലവിലുണ്ട്. പല വിശ്വാസികളും ബൈബിൾ വ്യാഖ്യാതാക്കളും അത് ശരിവെക്കുന്നു. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ വലിയ സ്വാധീനം ചെലുത്തി എന്ന് നമ്മൾ കരുതുന്ന പല വ്യക്തികളും, ഉദാഹരണത്തിന് അബ്രഹാം, മോശെ, ദാനിയേൽ, പൗലോസ് അപ്പോസ്തോലൻ, ഇവരൊക്കെ പ്രാർത്ഥനയുടെ ശക്തി ശരിക്കും മനസ്സിലാക്കിയവരായിരുന്നു. യാക്കോബ് 5:16 ഓർമ്മയില്ലേ? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, അത് വളരെ ഫലപ്രദമാണ്. ഇത് പഴയ നിയമത്തിലെ ആളുകളെ കുറിച്ച് മാത്രമല്ലല്ലോ പറയുന്നത്. ഫിലിപ്പിയർ 3:10 പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ ഈ പ്രാർത്ഥനയും ആ ശക്തിയും തമ്മിലൊരു ബന്ധമുണ്ടോ? അതായത് മരണത്തെ ജയിച്ച അതേ ദൈവിക ശക്തി അത് പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ വിശ്വാസിയുടെ ജീവിതത്തിലും ലഭ്യമാണെന്നാണോ? വളരെ ശരിയാണ്. അത് പ്രാർത്ഥനയുടെ ഒരു ആഴത്തിലുള്ള തലമാണ്.
ഈ ദൈവശക്തിക്ക് ചരിത്രപരമായ സംഭവങ്ങളെപ്പോലും മാറ്റാൻ കഴിയുമെന്നതിന് ചില വ്യാഖ്യാനങ്ങളും ഉദാഹരണങ്ങളും ആളുകൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാര്യമെടുക്കാം. ഫീൽഡ് മാർഷൽ ബെർണാഡ് മോൺഗോമറി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സഖ്യകക്ഷികൾ നേടിയ ചില നിർണായക വിജയങ്ങൾ, അതിനു പിന്നിൽ പ്രാർത്ഥന ഒരു വലിയ പങ്ക് വഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഡെറക് പ്രിൻസിന്റെ അനുഭവം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനാണല്ലോ. യുദ്ധകാലത്ത് നോർത്ത് ആഫ്രിക്കയിൽ കാര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു സാധാരണ പട്ടാളക്കാരൻ മാത്രമായിരുന്നു. അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. എന്തായിരുന്നു അത്? കർത്താവേ, അങ്ങേക്ക് മഹത്വം നൽകുന്ന തരത്തിലുള്ള ശരിയായ ദിശാബോധം നൽകാൻ കഴിവുള്ള നേതാക്കന്മാരെ ഞങ്ങൾക്ക് തരണം. അങ്ങനെ എന്തോ. അതെ. ഡെറക് പ്രിൻസ് പിന്നീട് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ആ പ്രാർത്ഥന സ്ഥിരമായി തുടർന്നുവെന്ന്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. മോൺഗോമറിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു പത്രവാർത്ത അദ്ദേഹം കണ്ടു. അതിൽ പറയുന്നുണ്ടായിരുന്നു, ബ്രിട്ടീഷ് സൈനിക ചരിത്രത്തിൽ മോൺഗോമറിയെപ്പോലെ അത്രയും മികച്ച രീതിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞ ഒരു ജനറൽ വേറെ ഉണ്ടായിട്ടില്ലെന്ന്. ഓഹോ. അപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഉത്തരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു മോൺഗോമറിയുടെ ആ ഉയർച്ച. ഇത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസവും വ്യാഖ്യാനവുമാണ്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതിന് ഒരു തെളിവായി അദ്ദേഹം ഇതിനെ കണ്ടു. ഇതുപോലെയുള്ള വേറെയും കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. കെനിയയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് അട്ടിമറി ശ്രമം നടക്കാൻ പോയെന്നും അത് ഒരു ദൈവവിശ്വാസിക്ക് കിട്ടിയ ഒരു ദർശനം കാരണം നടന്നില്ലെന്നും പറയപ്പെടുന്നു. കിഴക്കുനിന്ന് ഒരു ചുവന്ന കുതിര വരുന്നു എന്നായിരുന്നു ആ ദർശനം. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണോ ഈ പ്രാർത്ഥനയുടെ ഒരു സ്വാധീനമെന്ന് തോന്നിപ്പോകും. അതുപോലെ സോവിയറ്റ് യൂണിയന്റെ തകർച്ച, പിന്നെ 1991 ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടില്ലേ? അതെ. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവും ധനമന്ത്രി മൻമോഹൻ സിംഗും ചേർന്ന് രാജ്യത്തെ അതിൽ നിന്ന് കരകയറ്റിയല്ലോ. ഇത്തരം വലിയ മാറ്റങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിലും പ്രാർത്ഥനയുടെ ഒരു പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട്. തീർച്ചയായും ഇതിനൊക്കെ ഒരുപാട് രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ കാരണങ്ങളുണ്ടാവാം. അതിനെ തള്ളിക്കളയുന്നില്ല. ശരിയാണ്. പക്ഷെ പ്രാർത്ഥനയും ഒരു ഘടകമായി പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ ദൈവത്തിന് രാജ്യങ്ങളുടെ ഗതിയെ വരെ സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: പ്രാർത്ഥനയ്ക്ക് രാജ്യങ്ങളുടെ ഗതി മാറ്റാൻ കഴിയുമെന്നാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നതെങ്കിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, സാഹചര്യങ്ങളെ, നിങ്ങളുടെ ഭാവിയെ, അതിനെയൊക്കെ സ്വാധീനിക്കാൻ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ടാകും? അതെ, വളരെ ശരിയായൊരു ചിന്തയാണത്. വെളിപാട് 1:6 പറയുന്നുണ്ട്, നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയിരിക്കുന്നുവെന്ന്. പുരോഹിതനെന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്നയാളാണ്. ഈ ഒരു പദവി, ഈ ഒരു അധികാരം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയാകുന്ന ആ താക്കോൽ ഉപയോഗിച്ച് സ്വർഗീയ അധികാരങ്ങളിലേക്കും വിഭവങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ പിന്നിലെ ആശയം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ശരിയായിട്ട്, ഫലപ്രദമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്? യേശു തന്നെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, കർത്തൃപ്രാർത്ഥന. മത്തായി 6:9-10. അതൊരു നല്ല തുടക്കമല്ലേ? തീർച്ചയായും. കർത്തൃപ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കാണാതെ പഠിച്ച് ചൊല്ലാനുള്ള കുറച്ച് വാക്കുകളല്ല. അതിനപ്പുറം പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മാതൃകയാണത്, ഒരു ബ്ലൂ പ്രിന്റ് പോലെ. ശരി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഊന്നൽ നൽകുന്നത് ആ ബന്ധത്തിനാണ്, ദൈവവുമായുള്ള ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം. നമ്മൾ വിളിക്കുന്നത് ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു ഭരണാധികാരിയെയല്ല, നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു പിതാവിനെയാണ്. ശരിയാണ്. അടുത്ത വരി, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്നാണ്. ഇത് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ചാടിക്കയറുന്നതിന് മുമ്പ് ദൈവത്തെ ആരാധിക്കാനും അവിടത്തെ മഹത്വത്തിനും വിശുദ്ധിക്കും പ്രാധാന്യം നൽകാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അല്ലേ? കൃത്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുശേഷമാണ് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുന്നത്. ഇവിടെയാണ് ശരിക്കും ഒരു വലിയ ഷിഫ്റ്റ് നടക്കുന്നത്. അതെങ്ങനെ? നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അജണ്ട, നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കൽ, അതൊന്നുമല്ല ലക്ഷ്യം. മറിച്ച് ദൈവത്തിൻ്റെ ഭരണം, അവിടുത്തെ നീതി, സമാധാനം, സ്നേഹം, അത് നിറഞ്ഞ ഭരണം ഈ ഭൂമിയിൽ വരണം. അതാണ് പ്രാർത്ഥനയുടെ ഫോക്കസ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് അടുത്ത വരിയും, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. സ്വർഗത്തിൽ ദൈവഹിതം പൂർണ്ണമായി നടക്കുന്നു,
അതേപോലെ ഇവിടെയും സംഭവിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും ദൈവത്തിൻ്റെ പ്ലാനുമായിട്ട് അലൈൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതെ, ഇതിനെ നമുക്കൊരു റേഡിയോ പോലെ ചിന്തിക്കാം. റേഡിയോ. ആ ഇപ്പം നമുക്കൊരു പ്രത്യേക റേഡിയോ സ്റ്റേഷൻ കേൾക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ റേഡിയോയെ ആ സ്റ്റേഷന്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യും, അല്ലേ? അതെ. അതുപോലെ പ്രാർത്ഥനയിലൂടെ നമ്മൾ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും സ്വർഗത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക്, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ട്യൂൺ ചെയ്യുകയാണ്. അങ്ങനെ ശരിയായി ട്യൂൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവഹിതം വ്യക്തമായി കേൾക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്നത്. ആ ഉപമ വളരെ വ്യക്തമാണ്. ഈ ട്യൂണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ദൈവഹിതം തിരിച്ചറിയാൻ സഹായിക്കുന്ന കൂടുതൽ താക്കോലുകൾ, അതിനെക്കുറിച്ച് റോമർ 12 പറയുന്നുണ്ടല്ലോ. നമുക്ക് അതിലേക്ക് കടന്നാലോ? ഓ, തീർച്ചയായും. റോമർ 12 അധ്യായം, പ്രത്യേകിച്ച് ആദ്യത്തെ 8 വാക്യങ്ങൾ ദൈവഹിതമനുസരിച്ച് എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ച് വളരെ പ്രായോഗികമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ കരുണയോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. അതെ, ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ പഴയ നിയമത്തിലെ യാഗം പോലെ തോന്നാം. പക്ഷെ ഇവിടെ അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണോ, അതോ ഇതിന് ശരിക്കും പ്രായോഗികമായ ഒരു അർത്ഥമുണ്ടോ? ഇത് വളരെ വളരെ പ്രായോഗികമായ ഒരു കാര്യമാണ്. യാഗം എന്ന് പറഞ്ഞാൽ എന്താ? അത് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒന്നാണ്. ഇവിടെ നമ്മുടെ ശരീരങ്ങളെ, അതായത് നമ്മുടെ ജീവിതം, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ഊർജം, നമ്മുടെ പണം എല്ലാം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാനാണ് പറയുന്നത്. ഇനി ഞാൻ എൻ്റേതല്ല, ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നൊരു പൂർണ്ണമായ തീരുമാനമെടുക്കലാണത്. ഇതിനെ കോൺസിക്രേഷൻ എന്ന് പറയും. മലയാളത്തിൽ പ്രതിഷ്ഠ എന്ന് പറയാം. നമ്മളങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നമ്മുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുമ്പോൾ ദൈവം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം? അതെ, അതാണ് അതിൻ്റെ പിന്നിലെ വിശ്വാസം. ഒരു മിഷനറിയുടെ കഥയുണ്ട്. അദ്ദേഹം തൻ്റെ വീടിൻ്റെ താക്കോലുകൂട്ടം മുഴുവൻ എടുത്തിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ വീട് അങ്ങയുടേതാണ്, ദാ എല്ലാ മുറികളുടെയും താക്കോലുകൾ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. ഓഹോ. അതായത് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെയും നിയന്ത്രണം അദ്ദേഹം പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെ പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവം ആ സമർപ്പിക്കപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് നടത്തും. അതാണ് വിശ്വാസം. ഇത് വലിയൊരു സമർപ്പണം തന്നെയാണ്. ശരി, അടുത്ത താക്കോൽ റോമർ 12.2 പറയുന്നതാണെന്ന് തോന്നുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്താണ് ഈ മനസ്സ് പുതുക്കൽ? നോക്കൂ, ഈ ലോകത്തിൻ്റെ ചിന്താഗതികൾ, അതിൻ്റെ മൂല്യങ്ങൾ, അതൊക്കെ നമ്മളെ എപ്പോഴും സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഭൗതികവാദം, സ്വാർത്ഥത, പിന്നെ ധാർമ്മികതയില്ലാത്ത പല കാഴ്ചപ്പാടുകൾ, അങ്ങനെ പലതും. ശരിയാണ്. ഇതിനൊന്നും അനുരൂപമാകാതെ, അതായത് ഇതിൻ്റെയൊന്നും അച്ചിൽ വാർക്കപ്പെടാതെ ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനും അനുസരിച്ച് നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനോഭാവങ്ങളെ ബോധപൂർവം മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് മനസ്സ് പുതുക്കൽ. അങ്ങനെ പുതുക്കപ്പെട്ടൊരു മനസ്സിലൂടെയാണ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്. പലപ്പോഴും നമ്മൾ ലോകത്തിൻ്റെ കണ്ണട വെച്ച് നോക്കുന്നതുകൊണ്ടാണ് ദൈവഹിതം വ്യക്തമാകാത്തത്. അപ്പോൾ സമർപ്പണവും വേണം, പുതുക്കപ്പെട്ട മനസ്സും വേണം. ഇവ രണ്ടും ദൈവഹിതം അറിയാൻ അത്യാവശ്യമാണ്. അടുത്തതായിട്ട് റോമർ 12:3 സുബോധത്തോടെ ചിന്തിക്കാൻ പറയുന്നു. ഇത് വിനയവുമായി ബന്ധപ്പെട്ട കാര്യമാണോ? അതെ, തീർച്ചയായും. നമ്മളെക്കുറിച്ച് ഒരുപാട് വലിയ ചിന്തകളൊന്നും വേണ്ട. ഒരു അഹങ്കാരം ഒഴിവാക്കുക. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ചില കഴിവുകളും സ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. അതിനെ വിനയത്തോടെ കാണുക. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിനനുസരിച്ചുള്ള പ്രാധാന്യമേ നമുക്കുള്ളൂ എന്ന് മനസ്സിലാക്കണം. അത് തൊട്ടടുത്ത പോയിന്റുമായി ബന്ധപ്പെട്ടതാണല്ലേ? ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിങ്ങളുടെ സ്ഥാനം കണ്ടെത്തുക എന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവരല്ല, ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണെന്നാണോ ഇത് അർത്ഥമാക്കുന്നത്? കൃത്യമായി. റോമർ 12 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും അതുപോലെ 12 അധ്യായവും ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ഓരോ വിശ്വാസിക്കും
ദൈവം പ്രത്യേക കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്ന് പറയും. 12 കൊരിന്ത്യർ 12:7 പറയുന്നത് ഈ വരങ്ങളൊക്കെ പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ വരങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? സ്വയം ആളാകാനാണോ അതോ മറ്റുള്ളവരെ സഹായിക്കാനാണോ? തീർച്ചയായും മറ്റുള്ളവരെ സേവിക്കാനും സഭയാകുന്ന ആ ശരീരത്തെ പണിതുയർത്താനും വേണ്ടിയാണ്. ഒരു ഓർക്കസ്ട്രയുടെ കാര്യം ആലോചിച്ചാൽ മതി. ഓർക്കസ്ട്ര. അതെ, അവിടെ വയലിൻ ഉണ്ടാകും, ഫ്ലൂട്ട് ഉണ്ടാകും, ഡ്രംസ് ഉണ്ടാകും, അങ്ങനെ പല ഉപകരണങ്ങൾ. ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനവും പങ്കുമുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് നല്ല സംഗീതമുണ്ടാകുന്നത്. ശരിയാണ്. ഒരെണ്ണം മാത്രം പോരാ. ഒരെണ്ണം മറ്റൊന്നിനേക്കാൾ വലുതാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഓരോ അംഗവും അവരവരുടെ സ്ഥാനത്തു നിന്ന് ദൈവം കൊടുത്ത വരങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ദൈവഹിതം ഏറ്റവും നന്നായി നടക്കുന്നത്. അപ്പോ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ പ്രാർത്ഥന എന്നത് വെറും വാക്കുകൾ ഉരുവിടുന്ന ഒരു പരിപാടിയല്ല, അതൊരു ജീവിത ശൈലിയാണ്. ദൈവവുമായി എപ്പോഴും ഒരു ബന്ധം സൂക്ഷിക്കുക, നമ്മുടെ ജീവിതം പൂർണ്ണമായി അവിടത്തേക്ക് സമർപ്പിക്കുക, നമ്മുടെ മനസ്സിനെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക, വിനയത്തോടെ നമ്മുടെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ സേവിക്കുക. ഇതെല്ലാം ദൈവഹിതം അറിയാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള വഴികളാണ്. അതെ, ഈ സമർപ്പണം, ഈ ഐക്യം, ഇതാണ് പ്രാർത്ഥനയ്ക്ക് ശക്തി കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഒന്നായി തീർന്ന വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ ഐക്യം ദൈവഹിതം നിറവേറുന്നതിനുള്ള ഒരു നിക്ഷേപം പോലെയാണ്. പ്രാർത്ഥനയെ വിത്തുകളോട് ഉപമിക്കുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. വിതച്ച ഉടനെ നമുക്ക് വിളവെടുക്കാൻ പറ്റില്ല, ക്ഷമയോടെ കാത്തിരിക്കണം. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ പോലെയാണ്. അത് ദൈവത്തിൻ്റെ സമയത്ത് വളർന്ന് ഫലം തരും. വളരെ ശരിയാണ്. അതുകൊണ്ടാണ് ക്ഷമയും വിശ്വാസവും വളരെ പ്രധാനപ്പെട്ടതാവുന്നത്. ഈ പ്രാർത്ഥനയാകുന്ന താക്കോൽ ഉപയോഗിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സർവശക്തിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അത് മനുഷ്യൻ്റെ കഴിവിനും സാധ്യതകൾക്കും അപ്പുറത്തുള്ള ഫലങ്ങൾ നൽകാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:7 പറയുന്നത്, നമ്മൾ കാഴ്ചയാലല്ല നടക്കേണ്ടത്, വിശ്വാസത്താലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില പ്രധാനപ്പെട്ട ചിന്തകൾ ഇവയാണ്. പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള ഒരു ആഴത്തിലുള്ള ബന്ധമാണ്. അത് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടവുമായി നമ്മെ തന്നെ അലൈൻ ചെയ്യാനുള്ളൊരു വഴിയാണ്. അതെ, അത് നമ്മുടെ മനസ്സിനെ മാറ്റുന്നു, ചരിത്രത്തെ സ്വാധീനിക്കാൻ വരെ അതിന് കഴിയും എന്ന് ചില വ്യാഖ്യാനങ്ങൾ പറയുന്നു. ഏറ്റവും പ്രധാനമായി ദൈവഹിതം എന്താണെന്ന് അറിയാനും അതനുസരിച്ച് ജീവിക്കാനും അത് നമ്മെ സഹായിക്കുന്നു. കർത്തൃപ്രാർത്ഥനയും റോമർ 12 തത്വങ്ങളും ഇതിനുള്ള നല്ല വഴികാട്ടികളാണ്. അതെ, ഇനി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ തത്വങ്ങൾ നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാൻ പറ്റും? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ വെറുമൊരു ആവശ്യങ്ങളുടെ ലിസ്റ്റ് എന്നതിൽ നിന്ന് ദൈവഹിതം അറിയാനും ദൈവത്തിൻ്റെ വലിയ പദ്ധതികളിൽ ഒരു പങ്കാളിയാകാനുമുള്ളൊരു യാത്രയായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു ചിന്ത കൂടി ഞാൻ നൽകട്ടെ. പ്രാർത്ഥനയെയും സമർപ്പണത്തെയും കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ച രീതിയിൽ സമീപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ എങ്ങനെയായിരിക്കും മാറ്റാൻ പോകുന്നത്? അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ എന്ന പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഇത് നിങ്ങളെ എങ്ങനെ സഹായിക്കും? ഈ ഒരു ചോദ്യം നിങ്ങൾ കൈവിടുന്നു.